അപ്പോഴേ മുടി അങ്ങും ഇങ്ങൊക്കെ ഒരു നരയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഡൈ ഒക്കെ അടിക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള ഡൈ മേടിച്ചടിക്കാൻ പേടിയാണ്. അപ്പം ഞാൻ തന്നെത്താനെ ഉണ്ടാക്കിയ ഒരു കൂട്ടാണിത്. കെമിക്കലൊന്നും ഇല്ലാതെ മൈലാഞ്ചി പൊടിയും പിന്നെ തേയില തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം ബീറ്റ്റൂട്ട് അരച്ച് അതിനകത്ത് ഒഴിച്ച് അതും തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം മൈലാഞ്ചിയും പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 ദിവസമായി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇന്നാണ് തേക്കാൻ പോകുന്നത്. ഇത് തേച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, തുടങ്ങാം. ഇളക്കിയത് നല്ല തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇന്ന് എടുത്തോണ്ട് വന്നതാണ്. അപ്പോൾ ഈ പരുവാണേ. അപ്പം ഞാൻ തേക്കാൻ പോവാം. എനിക്ക് ബ്രഷൊന്നും ഇട്ടൊന്നും ഞാൻ തേക്കുന്ന പതിവില്ല. നിങ്ങൾ കണ്ടാൽ ചിരിക്കുകയായിരിക്കും. ഇത് തന്നെ ആദ്യം ഞാൻ കവറെടുക്കും. അത് കഴിഞ്ഞിട്ട് കവർ ചെയ്തൊക്കെ ഞാനങ്ങ് മാറ്റും. അപ്പം നമ്മുടെ കൂട്ട് എല്ലാവരും ഒന്ന് പരീക്ഷിക്കാം. വെറും മൈലാഞ്ചി പൊടിയും പച്ച മൈലാഞ്ചി ആയാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി മൈലാഞ്ചി പൊടിയാണ് ചേട്ടൻ മേടിച്ചുകൊണ്ട് വെച്ചെന്ന് ഞാൻ ഇച്ചിരി അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ പൊടിയും പിന്നെ നല്ല കട്ടിക്ക് തേയില വെള്ളം തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല കളറുള്ള ഒരു ബീറ്റ്റൂട്ട് അരച്ച് ആ തേയില വെള്ളത്തിൻ്റെ കൂടെ തിളപ്പിച്ച് വറ്റിച്ച്, തേയില വേവുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല കളറാണ് തേയില വേവുമ്പോൾ. അപ്പോൾ അതങ്ങ് വറ്റി വരുമ്പോൾ നമ്മൾ കണ്ണിലൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ എൻ്റെ എല്ലാവരും നല്ല ക്ലിയറായിട്ട് ബ്രഷ് വെച്ചൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കെല്ലാം വളരെ പെട്ടെന്ന് ജുപ്പം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇത് വേണമെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ മിക്കവാറും ഇന്ന് തന്നെ ഇതെല്ലാം തലയിൽ കുത്തി വെക്കും. ഫിഫി മിമി എൻ്റെ പുറകെ നടക്കും കേട്ടോ. ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് നോക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതെല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അരച്ചിട്ട് ശകലം തേയിലപ്പൊടി അമ്മേറൊക്കെ അനുവാദം ചോദിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തേയില ഒരു ബീറ്റ്റൂട്ടും കൂടെ പിന്നെ നല്ലതുപോലെ വേവിച്ച്, ബീറ്റ്റൂട്ട് നല്ലതായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിടാമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം അതിൻ്റെ കളർ പെട്ടെന്ന് പിടിച്ചോളൂ. മൈലാഞ്ചി പൊടിയുടെ കൂട്ടത്തിൽ ആ കളർ നമുക്ക് നോക്കാം. ഇത് കുറച്ച് ദിവസം 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴുകി കളയുമ്പോൾ നമുക്ക് നല്ലൊരു പിന്നെ കറുപ്പല്ല, നല്ലൊരു എന്താ പറയുക, ഒരു മുടിക്ക് നല്ലൊരു സിൽക്കിൻ്റെ ചുവന്ന സിൽക്ക് പോലിരിക്കും മുടി കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം തേച്ചിട്ടുണ്ട്. കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ. കാരണം ഇതാകുമ്പോൾ തലവേദനയില്ല. ചിലർക്കൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന ഡൈ ഇടുമ്പം ഭയങ്കര തലവേദനയൊക്കെയാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഡെക്കറേഷനിൽ ഇത് ഓരോരുത്തരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങിയത്. എന്നിരുന്നാലും സക്സസ് ആയി കേട്ടോ. അതുകൊണ്ടാണ് ചേച്ചി വീണ്ടും ഇതിൽ തന്നെ പിടുത്തമിട്ട് വയ്ക്കുന്നത്. അപ്പം ചിരിച്ച അങ്ങോട്ടൊക്കെ ഇല്ലെങ്കിലും ഒരു കൊതി കാണുമല്ലോ. മര 2-3 ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു മുടിയിൽ ഇത്തിരി തേക്കുമ്പം മറ്റേ മുടി കൊതിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു കാലിൽ ഇച്ചിരി എണ്ണ പരത്തുമ്പം മറ്റേ കാലും കൊതിക്കുമെന്ന് പറയുന്ന പോലെ എല്ലായിടും ഇച്ചിരി ഇരിക്കട്ടല്ലേ. എനിക്കറിഞ്ഞൂടെ, ഞാനിങ്ങനെയൊക്കെ വാരി പൊത്തുവാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്തോന്നാ ഇവളിങ്ങനെ വാരി പൊത്തുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. എനിക്ക് ഒരു സമാധാനമില്ല. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും വലിച്ചു വാരി തേക്കുക എന്നുള്ളതാണ് എൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കിടക്കട്ടെ. അപ്പം നമുക്ക് ഈ മുടി ഇങ്ങനെ മേലോട്ട് പിടിച്ച് അങ്ങ് കെട്ടി വയ്ക്കും. അയ്യോ, അതിനകത്ത് പറ്റിപ്പോയി തേച്ചത്. അപ്പോൾ ഒരു പറ്റിയെന്ന് എനിക്കൊരു വിശ്വാസം. എന്നാൽ ഞാൻ ഇങ്ങനെ അങ്ങ് പിടിച്ച് കെട്ടി വയ്ക്കാം കേട്ടോ. ഇനി ഇത് കഴുകി കളയുന്നതാണ് പാട്. ഞാനിത് മേഡത്തിൻ്റെ വീട്ടിൽ നിന്നാണ് മുടിയിൽ മൈലാഞ്ചിയൊക്കെ തേക്കുന്നത്. രാവിലെ ഞാൻ മൈലാഞ്ചിയൊക്കെ ആയിട്ട് ഇഞ്ഞു പോരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പം ഇന്ന് ഞാൻ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇവിടെ ഇതൊക്കെ വെച്ചും കൊണ്ട് ഇവിടെ തന്നെ അങ്ങ് നിൽക്കും ഞാൻ. ഇങ്ങനെ ആരെങ്കിലും തലമുടി ചോപ്പിക്കാൻ നോക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതങ്ങനെ തന്നെ ഇരുന്ന് പിടിച്ചോളും എന്ന് വിശ്വസിക്കാം. പക്ഷെ അല്ല, മുടി ചുമക്കും കേട്ടോ. ഇവിടെ മുടി നല്ലതായിട്ട് നരച്ച മുടിയെല്ലാം ചുമക്കും. അപ്പം കണ്ടല്ലോ, ഇതാണ് ചേച്ചിയുടെ മൈലാഞ്ചി ടിപ്പ്.
ടാറ്റാ, ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഹൃദയം തരണേ, അഭിപ്രായം പറയണേ, ലൈക്ക് അടിക്കണേ. ടാറ്റാ.